പ്രണയസഖി ഭാഗം 32. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ കട്ടിലിലേക്ക് മലർക്കെ കിടന്നു. എന്തുറപ്പിലാണ് നീ എന്നെ സ്നേഹിക്കുന്നത് വർണ്ണ? മുകളിൽ സീലിങ്ങിലേക്ക് നോക്കിയാണ് അവൻ്റെ കിടപ്പ്. പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും വർണ്ണ അവനെ സംശയത്തോടെ നോക്കി. എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? എൻ്റെ ജീവിതം ഒരു ഉറപ്പുമില്ലാത്തതാണ്, അതിലേക്ക് നീ കൂടി. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ആകെ ഒരു വ്യത്യാസം. അവളും അവൻ്റെ അരികിലായി വന്ന് കിടന്നു. അത് കണ്ടതും അവൻ അവളെ ഞെട്ടലോടെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാ ദേവേട്ടൻ സത്യം പറയുമോ? അവളുടെ ശബ്ദത്തിലാകെ ഗൗരവം. ഇതുവരെ അവളിൽ നിന്ന് വന്നിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റവും. നീ ചോദിക്ക്, സത്യം മാത്രം പറയണം ദേവേട്ട, ചോദിക്ക് നീ. ദേവേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവളുടെ കിടപ്പ്. അവളുടെ ആ ചോദ്യം കേട്ടതും അവൻ്റെ കണ്ണുകളൊന്ന് പിടച്ചു. പറയ് ദേവേട്ട, നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ പറഞ്ഞ. ഇപ്പോൾ നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ടവൻ പറഞ്ഞു. പറ്റില്ല, ഇപ്പോൾ തന്നെ പറയണം. നിനക്കറിയില്ലേ അതിനുത്തരം? അറിയാം, ഈ കണ്ണുകൾ എന്നോട് 1000 തവണ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്കത് ഈ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. അവളുടെ ഉറച്ച ശബ്ദം. പറയില്ല, സമയാവട്ടെ, എന്നിട്ട് പറയാം. അവൻ അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നാണ് അത് പറഞ്ഞത്. മുഖത്ത് പെട്ടെന്ന് തന്നെ കുസൃതി നിറഞ്ഞു അവൻ്റെ. എന്നെ ഇഷ്ടമല്ലാത്തവരൊന്നും ഇങ്ങോട്ട് വരണ്ട, അങ്ങ് നീങ്ങി കിടന്നാൽ മതി. അവൾ ഗൗരവത്തോടെ തന്നെ അവനോട് തിരികെ പറഞ്ഞു. എൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ എനിക്കടുത്ത് കിടക്കാം. അവളെ എരി കയറ്റാനെന്നോണം അവൻ വീണ്ടും അവളോട് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. കൈലാസത്തിൽ വെച്ച് ഞാൻ ഭാര്യ തന്നെയല്ലായിരുന്നോ? അപ്പോൾ ഇല്ലാത്ത സ്നേഹമൊന്നും ഇപ്പോൾ വേണ്ട. അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് ഒന്ന് തള്ളി. പക്ഷേ അവനൊന്ന് അനങ്ങിയത് പോലുമില്ല. വീണ്ടും തൻ്റെ നെഞ്ചിൽ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നവളെ അവൻ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അടങ്ങിക്കിടക്ക്, പോടാ, നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ. വീണ്ടും അവൾ അവൻ്റെ നെഞ്ചിലിടിച്ചു. അവൻ അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? അവൾ അതിന് മുഖം തിരിച്ചു കളഞ്ഞതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലേ ഈ വട്ടത്തിപ്പെണ്ണിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവളുടെ ചെവിക്കടുത്തേക്ക് മുഖം അടുപ്പിച്ച് അവൻ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോട് നോക്കി. അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു വന്നു. കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ. അവന് തന്നെ ഇഷ്ടമാണെന്നത് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ അവനായിട്ടത് തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരു വെള്ളത്തുള്ളി വന്ന് വീണ പ്രതീതി. തുള്ളിച്ചാടാൻ തോന്നിപ്പോയി അവൾക്ക്. എന്താ, ഒന്നുകൂടി പറയുമോ? സന്തോഷം കൊണ്ട് അവളുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ഇല്ല, ഇനി പറയില്ല, ഒരു തവണ മാത്രം പറയുള്ളൂ. എന്തിനാന്നേ, നല്ല ദേവേട്ടനല്ലേ, ഒന്നുകൂടി പറയ്. ഇനി പറയില്ല, ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് ഈ വട്ടത്തിപ്പെണ്ണിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കാതരിയിൽ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ ഈ തവണ നിറഞ്ഞൊഴുകി. വട്ടത്തിൽ നിന്റെ മറ്റവളാടാ. അത് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ അമർത്തി കടിച്ചു. അവന് പിടിക്കാനാവുന്നതിന് മുന്നേ തന്നെ അവൾ ഓടി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. നിനക്ക് ഞാൻ തരാം, അതിന് നീ ഇറങ്ങ്, അവൻ പുറത്തുനിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. കുറച്ചു സമയം അവൾ അതിനുള്ളിൽ തന്നെ നിന്നു. അവൻ്റെ അനക്കമൊന്നും പുറത്തുനിന്ന് കേൾക്കുന്നില്ല എന്ന് കണ്ടതും അവൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലൊന്ന് തുറന്നു. ഭാഗ്യം പോയിന്ന് തോന്നുന്നു. അവൾ പുറത്തേക്കൊന്ന് തലയിട്ട് നോക്കിയതിന് ശേഷം അത് പറഞ്ഞ് പുറത്തേക്കിറങ്ങി വന്നു. ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് അതിൽ നിന്ന് ഇറങ്ങിയത്. അവനെ കാണാതെ വന്നതും അവൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ആശ്വസിച്ചു. പണ്ടാണെങ്കിൽ എന്നെ വലിച്ചു കീറി മതിലിൽ ഒട്ടിച്ചേനെ, പക്ഷേ ഇപ്പോഴത്തെ ദേവേട്ടൻ ഭയങ്കര പാവാണ്, അവൾ മനസ്സിൽ ചിന്തിച്ചു. ഒരുപാട് ക്ഷീണം തോന്നിയതും അവൾ നേരെ കട്ടിലിലേക്ക് കിടന്നു. അപ്പോഴാണ് വാതിൽ ചാരിയിട്ടില്ല എന്ന കാര്യം ഓർത്തത്. പക്ഷേ വാതിലിലേക്ക് നോക്കുമ്പോൾ അവളൊന്ന് ഞെട്ടി. കാരണം വാതിലകത്തു നിന്ന് തന്നെ പൂട്ടിയിട്ടുണ്ട്. ഞെട്ടലോടെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്കും അവൾ വീണ്ടും കട്ടിലിലേക്ക് തന്നെ വീണു പോയിരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പോയി. ശേഷം കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ അവളുടെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ കടിക്കും നീ അല്ലേ? അവൻ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. ഇല്ലെന്നവൾ തലയാട്ടി. പക്ഷേ അതിനു മുന്നേ തന്നെ അവൻ അവളുടെ കവിളിലായി അമർത്തി അങ്ങ് കടിച്ചു. ആ! വേദനയോടെ വർണ്ണ ഉറക്കെ ശബ്ദമുണ്ടാക്കിപ്പോയി. മുഖം വേദനയാൽ അവളുടെ ചുളിഞ്ഞു പോയി. ശിവയുടെ പല്ലിൻ്റെ അടയാളം അവളുടെ കവിളിലുണ്ട്. കണ്ണും നിറഞ്ഞിരിക്കുന്നു. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അത് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അവൻ കടിച്ച കവിളിൽ ഒന്ന് തൊട്ടു നോക്കി. അവൾക്ക് വേദനിച്ചു. ഇനി വരട്ടെ, തരാം ഞാൻ. അവൻ പോയ വഴിയെ നോക്കി അവൾ മനസ്സിൽ വിചാരിച്ചു. പിന്നീട് ക്ഷീണം കാരണമെന്തോ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് വർണ്ണ ഉണർന്നത്. ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് താഴേക്ക് പോയത്. താഴേക്ക് പോയപ്പോൾ തന്നെ അവിടെ ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കാം.
അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നപ്പോൾ അവിടെ പരിചയമില്ലാത്ത 2 മുഖങ്ങൾ. പക്ഷേ ഒരെണ്ണം എവിടെയോ കണ്ട മുഖമാണ്. ആ, മോള് വന്നോ, വാ. അത് പറഞ്ഞ് ചെറിയമ്മ അവളെ അടുത്തേക്ക് വിളിച്ചു. ദാ, ഇത് ചെറിയച്ഛനാണ്, അത് സതീശനങ്ങൾ. ശിവ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ഇരുവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. അവളുടെ നോട്ടം ശിവയിലേക്കെത്തി. അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ശിവ അവളെ നിഷ്കളങ്കമായിട്ട് തന്നെ തിരികെ നോക്കുന്നുണ്ട്. വർണ്ണ നേരെ അമ്മയുടെ അടുത്തായിട്ട് വന്നിരുന്നു. മോളുടെ കവിളിൽ ഇതെന്ത് പറ്റിയതാണ്, വല്ലാതെ ചുവന്ന് കിടക്കുന്നല്ലോ. അത് പറഞ്ഞ് അവർ വർണ്ണയുടെ കവിളിലായി ഒന്ന് തൊട്ടു നോക്കി. ആ, തൊട്ടപ്പോഴേക്കും അവൾ വേദനയോടെ ശബ്ദം ഉണ്ടാക്കി. കയ്യിലിരിപ്പ് കാരണം ആരെങ്കിലും തല്ലിയതാവും. ഇഷ ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് വർണ്ണയോട് പുച്ഛത്തോടെ പറഞ്ഞു. അതൊന്നും അല്ലമ്മ, ദേവേട്ടൻ എന്നെ കടിച്ചതായത്. ശിവയെ ഒന്ന് കെറുവിച്ച് നോക്കിക്കൊണ്ട് വർണ്ണ പറഞ്ഞു. ഞെട്ടി, ശിവ നല്ല രീതിയിൽ ഞെട്ടി. കാരണം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളിങ്ങനെ വിളിച്ചു പറയുമെന്നത് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും ശിവയുടെ മുഖം ഒന്ന് വിളറിപ്പോയി. ഇഷ ഇരുവരെയും കലിയോടെ നോക്കി. അമ്മ മുഖം കുനിച്ചു കളഞ്ഞു. ചെറിയമ്മയും അങ്ങനെ തന്നെ. അച്ഛനും ചെറിയച്ഛനും സതീശനും പിന്നെ ഒന്നും കേട്ടില്ലെന്ന മട്ടിലിരിപ്പാണ്. അമ്മ ദേവേട്ടനെ വഴക്ക് പറയും. ശിവയെ കലിയോട് നോക്കിക്കൊണ്ട് വർണ്ണ അമ്മയോടായി പറഞ്ഞു. എന്താടേ കാണിച്ചു വെച്ചിരിക്കുന്നത്, ചുവന്ന് കിടക്കുവാണ് കൊച്ചിൻ്റെ കവിള്. അമ്മ കപട ഗൗരവത്തോടെ അവനോട് പറഞ്ഞു. ശേഷം വീണ്ടും അവളുടെ കവിളിലൊന്ന് നോക്കി. ശരിക്ക് ചുവന്ന് വട്ടത്തിൽ കിടക്കുന്നുണ്ട്. നീ പോയൊന്ന് മരുന്ന് വാങ്ങിയിട്ട് വാ, അല്ലെങ്കിൽ വല്ല പോയിസനും ആവും. അമ്മ പറഞ്ഞതും ശിവ അവളെ ഒന്ന് നോക്കി. അവനെ കൽപ്പിച്ച് നോക്കുവാണ് പെണ്ണ്. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അത്രയ്ക്ക് വേദനയൊന്നുമില്ല. ശിവ പോയതും അവൾ അമ്മയോട് രഹസ്യം പോലെ പറഞ്ഞ് ചിരിച്ചതും എല്ലാവരും ചിരിച്ചു പോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കയ്യിൽ എന്തൊക്കെയോ കവറൊക്കെ ആയിട്ട് ശിവ അകത്തേക്ക് കയറി വന്നു. നേരെ അടുക്കളയിലേക്ക് നടന്ന് അതൊക്കെ അവിടെ വെച്ചു. മരുന്ന് വാങ്ങിയോ നീ? അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ചെറിയമ്മ അവനെ കണ്ടതും ചോദിച്ചു. ആ, വാങ്ങി. അവളെവിടെ? ഇത്ര നേരം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മുകളിലേക്ക് പോയിട്ടുണ്ട്. അമ്മയോ? ഏട്ടത്തി താ മുറ്റത്തുണ്ട്. ചെറിയമ്മയോട് സംസാരിച്ച് ഒന്ന് മൂളിക്കൊണ്ടവൻ മുകളിലേക്ക് കയറി. മുകളിൽ അവിടെ വർണ്ണ കണ്ണാടിയിൽ നോക്കുകയാണ്. എന്ത് കടിയാണ് അങ്ങേര് കടിച്ചത്? അവൾ പതിയെ അവൻ കടിച്ചിടത്തൊന്ന് തൊട്ടു നോക്കി. ഇപ്പോഴും ചെറുതായിട്ട് അവിടെ നീറുന്നുണ്ട്. അപ്പോഴാണ് അവൻ അകത്തേക്ക് കയറി വന്നത്. വാതില് വെറുതെ ചാരി വെച്ചിരിക്കുകയാണ്. അവൻ അകത്തേക്ക് വന്നതൊന്നും അവൾ കണ്ടിട്ടില്ല. അവൾ കാര്യമായിട്ട് കണ്ണാടിയിൽ കവിളിലെ പാട് നോക്കുന്ന തിരക്കിലായിരുന്നു. അവൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ടുകൊണ്ടാണ് ശിവ മുറിയുടെ അകത്തേക്ക് കയറി വന്നത്. മതി, വാ മരുന്ന് വയ്ക്കാം. ശിവയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ മുറിയിലേക്ക് വന്നത് അവൾ അറിഞ്ഞത്. അവനെ ഒന്ന് പുച്ഛിച്ച് കാണിച്ച് അവൾ കട്ടിലിൽ വന്നിരുന്നു. അവനും അവളുടെ തൊട്ടടുത്തായി വന്നിരുന്നു. വേദനിക്കുന്നുണ്ടോ? ഏയ് ഇല്ല, നല്ല സുഖമാണ്. ആണല്ലേ, എങ്കിലും ആഡ് ഈ ഓയിൻമെൻറ്റ് പുരട്ട്. അവൻ അവളുടെ നേരെ ആ ഓയിൻമെൻറ്റ് നീട്ടി. പക്ഷേ അവൾ അത് കയ്യിലേക്ക് വാങ്ങിയില്ല. ഗൗരവത്തോടെ തന്നെ അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു നിന്നു. കുറച്ചു സമയം അവൻ്റെ അനക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞതും പഞ്ഞി പോലെ എന്തോ വന്ന് തൻ്റെ കവിളിൽ മുട്ടുന്നത് അവൾ അറിഞ്ഞിരുന്നു. ഒപ്പം കുത്തിക്കൊള്ളുന്നത് പോലെ സുഖമുള്ളൊരു നോവും. അവൾക്ക് മറുത്തെന്തെങ്കിലും ചിന്തിക്കാനാവും മുന്നേ അവൻ അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്ന് പിൻവലിച്ചിരുന്നു. സോറി. അവളുടെ ചെവിയരികിലായി വന്ന് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവൾ കഴുത്തൊന്ന് വെട്ടിച്ചു. അവനെ നോക്കിയില്ല. നാണമോ പരവേശമോ അങ്ങനെ എന്തെല്ലാമോ അവളെ പിടികൂടിയിരുന്നു. അവൻ കുറച്ച് ഓയിൻമെൻറ്റ് കയ്യിലെടുത്ത് അവളുടെ കവിളിൽ മൃദുവായിട്ട് പുരട്ടിക്കൊടുത്തു. അവൾ കണ്ണടച്ചിരുന്നു. നീ എന്നെയും കടിച്ചില്ലേ? ഓയിൻമെൻറ്റ് പുരട്ടിക്കഴിഞ്ഞ് അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഞാൻ പതിയാണ് കടിച്ചത്. അവൾ മുഖം വെട്ടിച്ചു. അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് തന്നെ ചേർത്തിരുത്തി. ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. നീ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യ്. അതാവുമ്പോൾ ഇവിടെ നിന്നധികം ദൂരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിനി കൈലാസത്തിലേക്ക് പോവില്ലേ ദേവേട്ട? പോകണം. അധികം വൈകില്ല. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും വെറുതെ തലയാട്ടി കൊടുത്തു. ദേവേട്ടൻ ഇനി എപ്പോഴാണ് ജോലിക്ക് പോകാൻ പോകുന്നത്? പോകണം, ഒരു 2 മാസം. അതിനുള്ളിലെല്ലാം തീർക്കണം. സതീശനങ്ങളാണോ പൊന്നുവിനെ? ബാക്കി പറയാതെ അവൾ നിർത്തി. അറിയില്ല, അത് കണ്ടുപിടിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അയാളെ സംശയമില്ലാതില്ല, പക്ഷേ അയാളാണെന്ന് ഉറപ്പിക്കാനും ആവില്ല. ഉണ്ണി ഇപ്പോൾ എവിടെയാ ദേവേട്ട? അത് അവനുണ്ട്. അതിപ്പോൾ നീ അറിയണ്ട. അതൊക്കെ ഓർത്ത് ഇപ്പോൾ ഈ കുഞ്ഞു തല പുകക്കണ്ട ദേവേട്ട. ഫോണിലേക്ക് നോക്കി അവൻ മൂളി.
അവൻ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയാണ് വർണ്ണ ഇരിക്കുന്നത്. ദേവേട്ടൻ എപ്പോഴാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? പറ്റിപ്പോയി. അവൾ തലചരിച്ച് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അത് കേട്ടപ്പോൾ. ദേവേട്ടാ, കാര്യം പറയ്. എന്തു പറയാനാണ്? അത് പിന്നെ ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ആദ്യം എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും പറയാൻ കിട്ടാതെ വന്നതും അവൻ അങ്ങനെ പറഞ്ഞു. ഡോക്ടറാണത്ര, ഡോക്ടർ. അത് കേട്ടതും അവൾ അവനെ കളിയാക്കി. ഡീ, അത് വേണ്ട. എന്താടി എനിക്കൊരു കുഴപ്പം? ഒന്നുമില്ലേ. നിങ്ങൾക്ക് എന്താ ഇഷയെ കല്യാണം കഴിച്ചാൽ? കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അടുത്ത ചോദ്യം. എങ്കിലൊരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യാം, എന്നിട്ട് അവളെ കെട്ടാം. അതല്ല. അവൾ അവൻ്റെ തുടയിലായിട്ട് ഒന്ന് തല്ലി. പിന്നെ ഏതാണ്? നിങ്ങൾക്ക് എന്നെ കെട്ടും മുന്നേ അവളെ കെട്ടായിരുന്നില്ലേ? ഏയ്, അത് ശരിയാവില്ല. അവളുടെ ക്യാരക്ടറൊന്നും എനിക്ക് സെറ്റാവില്ല. അപ്പോൾ എൻ്റെ ക്യാരക്ടറോ നിങ്ങൾക്ക് സെറ്റാവുമോ? തലയിലായി പോയില്ലേ, ഇനി സഹിക്കാതെ പറ്റില്ലല്ലോ. ഇരുവരും ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. ഒടുവിൽ അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതും ഇരുവരും താഴേക്ക് പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.